വിളിച്ചതിന് നന്ദി. നിങ്ങളുടെ ആവശ്യങ്ങളും നാടിന്റെ വിഷയങ്ങളും പറയാനാണല്ലോ വിളിച്ചത്. എല്ലാ കാര്യങ്ങളും ഇവിടെ വിശദമായി പറയണം. അവ പരിശോധിച്ച് ഉചിതമായ നടപടികൾ ഒട്ടും വൈകാതെ സ്വീകരിക്കും. ആ വിവരം നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. ഉറപ്പ്. നമസ്കാരം, ഞാൻ ബോസ്കോ കളമശ്ശേരി. കുറേ നാളുകളായി ഞാൻ അനധികൃത നിർമ്മാണം അല്ലെങ്കിൽ പല വിഷയങ്ങളിൽ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുത്ത ഒരു വിഷയം മറ്റൊന്നുമല്ല, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു തോട് പൂർവ്വസ്ഥിതിയിലാക്കിയില്ല എന്നുള്ളതാണ് എൻ്റെ പരാതി. അപ്പോൾ ഈ പരാതി ഞാനിത് 2016 കൊടുത്തു. കേരള ഹൈക്കോടതിയിൽ നിന്നും 2020 ഞാൻ അനുകൂല വിധി മേടിച്ചു. അതിനുശേഷം ഞാൻ ജില്ലാ കളക്ടർക്ക് കൊടുത്തു, എല്ലാവരുടെ ഡെപ്യൂട്ടി കളക്ടർ, അങ്ങനെ ഇപ്പോൾ എല്ലാവർക്കും ഞാൻ കൊടുത്തു. അവസാനം ഞാൻ തഹസിൽദാർക്ക് വരെ ഞാൻ പരാതി കൊടുത്തു. പരാതി കൊടുത്തിട്ടും ഇതുവരെയായിട്ടും ഇത് കോരിയില്ല. ഞാൻ അവസാനം വിജിലൻസിന് ഞാൻ പരാതി കൊടുത്തു. വിജിലൻസ് കൊടുത്തത് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടി എടുക്കണം എന്നോണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞാൻ വിജിലൻസ് കോടതിയെ സമീപിച്ചത്. എന്തായാലും ഇപ്പോൾ CM വിത്ത് മീ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്കാം, എന്തായിരിക്കും അവസ്ഥ എന്നുകൂടി പറയാം. 180042566789 ഇതാണ് നമ്പർ. താങ്കൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ പരിധിക്ക് പുറത്താണ്, അല്ലെങ്കിൽ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. ദയവായി അല്പനേരം കഴിഞ്ഞ് വിളിക്കുക. The subscriber you are calling is out of coverage area or കട്ട് ചെയ്തു. ഒന്നുകൂടി വിളിച്ചു നോക്കാം. ചിലപ്പോൾ ഇപ്പം നമ്മൾ വിളിക്കുന്ന സമയത്ത് ഒരു ഫീമെയിൽ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലൊക്കെയാണ് കോൾ പോകുന്നത്. എന്തായാലും നമുക്ക് ഒന്നുകൂടി വിളിച്ചു നോക്കാം. താങ്കൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ പരിധിക്ക് പുറത്താണ്, ടോൾ ഫ്രീ നമ്പറിൽ. ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. ദയവായി അല്പനേരം കഴിഞ്ഞ് വിളിക്കുക. കണ്ടോ? The subscriber you are calling is out of coverage area or ഇതാണ് അവസ്ഥ. ഇനി തെറ്റുപറ്റിയതാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം. കണക്റ്റായി. വിളിച്ചതിന് നന്ദി. നിങ്ങളുടെ ആവശ്യങ്ങളും നാടിന്റെ വിഷയങ്ങളും പറയാനാണല്ലോ വിളിച്ചത്. എല്ലാ കാര്യങ്ങളും ഇവിടെ വിശദമായി പറയണം. അവ പരിശോധിച്ച് ഉചിതമായ നടപടികൾ ഒട്ടും വൈകാതെ സ്വീകരിക്കും. ആ വിവരം നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. ഉറപ്പ്. മലയാളത്തിനായി ഒന്നമർത്തുക. For English, press 2. കോൾ കണക്ട് ചെയ്യുന്നതിനായി കാത്തിരുന്നാലും 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 കട്ടായിപ്പോയി. പക്ഷെ എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയത്. ഇങ്ങനെയാണോ ഇതിൻ്റെ സ്ഥിരം പരിപാടി എന്നൊന്നും എനിക്കറിയില്ല. ആദ്യം പറഞ്ഞു നമ്പർ നിലവിലില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ മലയാളത്തിൽ തുടരാനായിട്ട് ഒന്നമർത്താൻ പറഞ്ഞു. ഒന്നമർത്തി. ലൈനിൽ തുടരാനായിട്ട് ഒന്നമർത്താൻ പറഞ്ഞു. അപ്പം മലയാളമാണോ എന്ന് ചോദിച്ചു. മലയാളമാണ് തുടരാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നത് അനക്കവും ഇല്ല, വിളിയില്ല, കഥ പറച്ചിലില്ല, ഒന്നുമില്ല. ഇപ്പം എങ്ങനെ ഇരിക്കണം? കോടികൾ ചെലവഴിച്ച് വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ. കാര്യങ്ങൾക്ക് തീർപ്പുണ്ടാക്കാൻ നിന്നാൽ CPMലെയും കോൺഗ്രസ്സിലെയും
BJPയിലെയും പല ജനപ്രതിനിധികൾക്കെതിരെയും ഇതേപോലെ കേസുകൾ എടുക്കേണ്ടി വരും. അടുത്ത തവണ മത്സരിക്കാൻ സത്യം പറഞ്ഞാൽ കേരളത്തിലെ ഇപ്പോൾ ഉള്ള ഒരൊറ്റ ജനപ്രതിനിധികൾക്കും ആവില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ പിന്നെ CM എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും ഇതുപോലെയുള്ള ജനോപകാരപ്രദമായ പരിപാടികൾ എപ്പോഴെങ്കിലും ഒന്ന് ശരിയാക്കി തരുമോ, അല്ലെങ്കിൽ ജനങ്ങളുടെ പരാതിക്ക് പരിഹാരം കാണാൻ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ സത്യസന്ധമായി ജോലിക്ക് നിയമിക്കുമോ? CM വിത്ത് മീ അല്ല, CM അഴിമതിക്കാരോടൊപ്പമോ എന്ന് തുറന്നു ചോദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.